സാർ ഓക്കെ, ടീച്ചർ ഓക്കെ അല്ലേ? Yes, ഞാൻ sir. പറയുന്നത് Start. കേൾക്കുന്നുണ്ടല്ലോ? Yes. Start ചെയ്തോളൂ sir. Good morning to all. Coffee Talk 7 a.m. program hosted by JCA Nilambur Golden Valley Daffodils and Valanjeri Royal Said call to order. ഇന്ന് 980 സെഷൻ. ഇന്നത്തെ നമ്മുടെ ട്രെയിനർ ജെഫം ശ്രീജന ടീച്ചറാണ്. വെൽക്കം സ്പീച്ചിനായിട്ട് നമ്മുടെ രാധാകൃഷ്ണ സാറിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ, താങ്ക് യു ഫോർ ദ പ്രിവിലേജ്. ഞാൻ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ഇന്ന് നമ്മുടെ 980ാമത്തെ ദിവസം തിരികെ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഈ സന്ദർഭത്തിൽ ഇന്ന് ഇവിടെ ട്രെയിനിങ്ങിനായി എത്തുന്നത് പ്രത്യേകിച്ചും നമുക്കെല്ലാം നമ്മുടെ ഈ ഫ്ലോറിന്റെ തന്നെ അഭിമാന താരം എന്ന് പറയുന്ന നമ്മുടെ ശ്രീന ടീച്ചറാണ്. ടീച്ചർ നിരന്തരം കോഫി ടോക്കിൽ മനോജ് സർ എത്ര വലയ്ക്കുന്ന ചോദ്യം ചോദിച്ചാലും അതിന് കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് നിരന്തരം വിജയിയാകുന്ന, ചില ദിവസങ്ങളിലൊക്കെ മാറി നിൽക്കാറുണ്ടെങ്കിലും ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ തന്നെ വിജയിക്കും എന്ന ഒരു ഇതാണ് ടീച്ചറെ കാണാറുള്ളത്. എന്തായാലും വളരെ അഭിമാനവും സ്നേഹത്തോടെയും ടീച്ചറെ ഈ ഇന്നത്തെ ഫ്ലോറിലേക്ക് ട്രെയിനിങ്ങിനായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ എപ്പോഴും പ്രചോദിപ്പിക്കുകയും അവസരങ്ങൾ നിങ്ങൾ പാഴാക്കരുത്, ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മളെ എല്ലാ സമയങ്ങളിലും ഉണർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ചെയർമാൻ മനോജ് സാറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലോ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീജിത്ത് സാർ ആൻഡ് രേഖ പി കെ മാഡം, മുജീബ് സാർ എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഇന്നത്തെ ഫ്ലോറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള നിധിൻ നാരായൺ സാർ ആൻഡ് ജിനി സംസൻ മാഡം, രണ്ടുപേരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ സൈനുദ്ദീൻ സാർ, അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റു ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്നതിനും കാണുന്നതിനുമായി ഈ ഫ്ലോറിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മെമ്പേഴ്സിനെയും വളരെ സ്നേഹത്തോടെ ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. രണ്ടൊക്കെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഓവർ ടു ചെയർ. താങ്ക് യു സാർ. താങ്ക് യു രാധാകൃഷ്ണേട്ട. വളരെ ഭംഗിയായിട്ടുള്ളൊരു വെൽക്കം സ്പീച്ച് ഇവിടെ കാഴ്ചവെച്ചിട്ട് രാധാകൃഷ്ണൻ സാർ. ഇന്നത്തെ ട്രെയിനറെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. എന്താ പറയാ, ഒരു നർത്തകിയുടെ ഒരു മെയ്വഴക്കവും താളവും, പ്രഭാഷകരുടെ വാക്കുകളുടെ മാസ്മരികത, മികച്ചൊരു ട്രെയിനർ, സ്നേഹനിധിയായ രക്ഷിതാവ്, വഴിവിളക്കാവുന്ന ഒരു അധ്യാപിക, ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു പ്രതിഭയാണ്. കോഫി ടോക്കിന്റെ അഭിമാനം ഐശ്വര്യമൊക്കെ ശ്രീജന ടീച്ചറാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റില്ല. ഓരോ വാക്കിലും പ്രവർത്തിക്കും മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമായി മാറുന്ന താങ്കളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്തായാലും വളരെയധികം ഊർജം നൽകുന്നു. ഇന്നത്തെ ഈ സുന്ദരമായ പ്രഭാതത്തിൽ കൂടുതൽ മനോഹരവും ഊർജ്ജസ്വലവുമായ ഒരു സെഷനിലേക്ക് ജെഫം ശ്രീജന ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ടീച്ചർ, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എന്താണ് ഇനിയിപ്പോ ഈ ഒരു സെഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയാണ്. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. മനോജ് സാറെ മധുരമായ അല്ലെ, തേനിൽ ചാലിച്ച വാക്കുകൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു സോൺ 21 സോൺ 28 എല്ലാവരും അറിയപ്പെടുക എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലെ. കാരണം നമ്മൾ ഈ ഒരു ഓൺലൈനിൽ കണ്ടിട്ടുള്ളെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാനും എന്താ പറയാ, പരസ്പരം പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഒരു വേദിയാക്കിയിട്ട് ഈ ഒരു കോഫി ടോക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഇപ്പൊ JCA വന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്റെ കയ്യിൽ എത്തില്ലായിരുന്നു. ഓക്കെ, വീണ്ടും എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ ഹിഷാം സാറിന് അതുപോലെ തന്നെ സോൺ 28 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സെഷൻ ആരംഭിക്കാം. അപ്പോ ഇന്നത്തെ ഒരു ടോപ്പിക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, വിൻ വിൻ. അത് കണ്ടപ്പം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയുക. വിൻ വിൻ എന്ന് പറയുമ്പോ നമ്മളും ജയിക്കണം, മറ്റവരും ജയിക്കണം, അങ്ങനല്ലേ? അതെ, ഞാൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ അല്ലെ? വിൻ വിൻ എന്ന് പറയുന്നത് സ്റ്റീവൻ കോവിയുടെ 7 ഹാബിറ്റ്സിലെ ഒരു കോൺസെപ്റ്റ് ആണ്. തിങ്ക് വിൻ വിൻ. കറക്റ്റ് ആണ്. ഒരു മിനിറ്റ്, അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചോളൂ.
മക്കളെ സ്കൂളിൽ പോകാനുള്ള ഒരു തിരക്കാണ്. അപ്പൊ ഭക്ഷണം കഴിക്കാന്ന് ചോദിക്കാൻ വന്നതാ. ഓക്കെ, സത്യമാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളെപ്പോഴും ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമ്മളൊരു ഈവനിങ് ടൈം ആണെന്ന് വിചാരിക്കാം. ഈവനിങ് ടൈമിൽ നമ്മളെ വീട്ടിൽ മക്കളുണ്ടാവും, ഹസ്ബൻഡ് ഉണ്ട്, ഞാനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഒരു ടി വി കാണാൻ പോകുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരു പ്രോഗ്രാം നമ്മൾ കാണുകയെന്ന് വിചാരിക്കാം. അത് ഏത് പ്രോഗ്രാം ആയിരിക്കും ഒന്ന് നിങ്ങളെ അനുഭവത്തിൽ നിന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ന്യൂസ്. ആരെങ്കിലും? ന്യൂസ്. ന്യൂസ് കാണും, എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണും. ഓക്കെ, വെരി ഗുഡ്. ഇനി പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതി കേട്ടോ. ചില വീട്ടില് ബിഗ് ബോസ്, ടോപ്പ് സിംഗേഴ്സ് പോലുള്ള പാട്ടുകൾ, കോമഡി പ്രോഗ്രാം, കോമഡി പ്രോഗ്രാം. ഓക്കെ ഓക്കെ, കോമഡി പ്രോഗ്രാം. കരിക്ക്, മറിമായം കരിക്ക്. ഓക്കെ, ഇനി എന്തെങ്കിലും? ഡിന്നർ കഴിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ഒരു ടി വി പ്രോഗ്രാം കാണുന്നതാണ് മാം, സൂസൻ മാം ആണ് പറഞ്ഞത്. നമ്മള് പ്രോഗ്രാം കാണുന്ന സമയത്ത് കുട്ടികള് നമ്മളെ ഏജിന്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം ആസ്വദിക്കാൻ നമ്മുടെ കൂടെ വരുള്ളൂ. അങ്ങനെയല്ലേ? ഇനിയല്ല, ഒരു 4ാം ക്ലാസ് അതേപോലെ തന്നെ UKG ആ ലെവലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏത് കാണാനായിരിക്കും ഇഷ്ടമുണ്ടാവുക കൂടുതൽ? വലിയ കാർട്ടൂൺസ് ആണ് അല്ലെ. നമ്മൾ മുതിർന്നവര് കാണുന്ന സാധനം അവർക്ക് കാണാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? നമ്മള് പറയും ചിലപ്പോ ഇത് കാണാന്ന്. അപ്പൊ കുട്ടികൾ പറയും പറ്റില്ല, എനിക്ക് ഷിൻചാൻ കാണണം, അല്ലെങ്കിൽ ബാലവീർ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അതർ കാർട്ടൂൺസിന്റെ പേര് പറയും അല്ലെ. അവിടെ ആരാ സത്യം പറഞ്ഞ ജയിക്കാറ്? കുട്ടികൾ ജയിക്കണം. കുട്ടികൾ ജയിക്കും. കുട്ടികൾ ജയിക്കാൻ ആരാണ്? കുട്ടികളാണ് ജയിക്കുന്നത്. അവിടെ ആരാ കുട്ടികൾ ജയിക്കാൻ കാരണമാവുന്നവരാ? പാരന്റ്സ് അല്ലെ, പിള്ളേരാണ് ജയിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് കുട്ടികളെക്കാട്ടും കുറച്ചുകൂടി എന്തുണ്ട്, ഒരു കാര്യം ഗൗരവമായിട്ട് എടുത്ത് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ അല്ലെ, പറയാനുള്ള ഒരു കഴിവ് നമുക്കുള്ള. അവര് കുറച്ചു നേരം കണ്ടോട്ടെ. അപ്പൊ നമ്മൾ അവിടെ വെക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അച്ഛന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാം കാണണം, അതുവരെ നിങ്ങൾ കണ്ടോളൂ അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പറയാറ് സാധാരണ? ഹലോ, നമ്മൾ സാധാരണ അങ്ങനെയാണ് പറയാറ്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ രണ്ടാളും തമ്മിലുള്ള ഒരു, കുട്ടികളും പാരന്റ്സും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നെഗോഷിയേഷൻ ഡെവലപ്മെന്റിന് പോവുക. ശരിക്കും നിങ്ങൾ നെഗോഷിയേഷൻ എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം എന്താ? നമുക്കിങ്ങനെ ഇന്ററാക്ട് ചെയ്ത് പോവാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. സ്ലൈഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. നെഗോഷിയേഷൻ എന്ന് പറയുമ്പം നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഒരു കാര്യം എന്താണ്? ഒന്നുമില്ലേ? വീട്ടിലെ കാര്യമാണെങ്കിൽ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നുള്ളത്. വീട്ടിലെ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കാം. എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അവരുമായി ചെയ്യുന്ന നെഗോസിയേഷൻ ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. എക്സലന്റ്. കബീർ സാർ, ഞാൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് വന്നത് തന്നെയാണ് ഒരു ട്രെയിനർ സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒരു വിലപേശൽ അല്ലെങ്കിൽ നെഗോഷിയേഷൻ എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്താണ്? എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം കുറച്ച് കിട്ടുക എന്നുള്ളതാണ് അല്ലെ. കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് മാക്സിമം കുറച്ച് പൈസക്ക് നമുക്കത് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് എന്ത് നെഗോഷിയേഷൻ ഉദ്ദേശിക്കുന്നത് അല്ലെ. പക്ഷെ അത് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് നെഗോഷിയേഷൻ അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നമ്മളൊരു ആധിപത്യം അവിടെ എന്ത് ചെയ്യാണ്, സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് കുറഞ്ഞു കിട്ടണം, എനിക്ക് കുറഞ്ഞു കിട്ടണം, എന്റെ ആവശ്യത്തിന്, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്കാണ് എന്ത് പോകുന്നത്, ആ ഒരു സംസാരം നീണ്ടു പോകുന്നത് അല്ലെ. അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമുക്കിപ്പോ നിങ്ങള് ഞാനൊക്കെ ചെറുതായ സമയത്ത് ഒരു 4-5 പഠിക്കുന്ന സമയത്ത് ഞാൻ വയനാട്ടിലാണ് പഠിച്ചത്. അപ്പൊ വയനാട്ടിൽ വെച്ചാൽ ഞങ്ങൾക്ക് കുറെ ഇതുണ്ടായിരുന്നു, വയലുണ്ടായിരുന്നു. ഈ വയല് കൊയ്ത് കഴിയുന്ന ഒന്നുകിൽ ഈ ഓണത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു വെക്കേഷൻ സമയത്തേക്ക്, അതായത് ഏപ്രിൽ മെയ്യിലേക്ക്, വിഷുവിന്റെ ആ ടൈമിലേക്കും എന്നല്ലേ 2 പ്രാവശ്യമായിട്ട് വിളവെടുപ്പ് നടത്തുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ വിഷുവിന്റെ സമയത്ത് കൊയ്ത് കഴിഞ്ഞാല്
നമ്മളെ നാട്ടിലേക്ക്, നിങ്ങൾക്കറിയില്ല അവിടെ കണ്ടോ എന്നുള്ളത്, ഈ സർക്കസുകാർ വരും. സർക്കസുകാർ എന്ന് പറയുന്നത് ഈ മൃഗങ്ങൾക്ക് വരുന്ന സംഭവമല്ല, അല്ലാതെ കുറച്ച് ആൾക്കാർ വരും. കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരൊരു ടെന്റ് ഒക്കെ ആ വയലില്, പാടങ്ങള് പിന്നെ കൊയ്തെടുത്ത ആ വയലില് ടെന്റ് കെട്ടിയിട്ട് ആ ടെന്റ് രാത്രി ഒരു 6-7 മണിക്ക് തുടങ്ങും ഇവരെ പ്രോഗ്രാം. അതില് പലതരത്തിലുള്ള ഡാൻസുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ കമ്പിയുടെ മേലെ കൂടെ നടക്കുന്നുണ്ടാവും ഇങ്ങനെ വടിയൊക്കെ പിടിച്ചിട്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് മാഡം. അന്നത്തെ ഉണ്ട്. കാലത്തെ ഒരു തെരുവുനാടകമൊക്കെ പോലെയുള്ള ഒരു ചെറിയൊരു പരിപാടി, അതെ അതെ. അതിന് സർക്കസുമായിട്ട്. സർക്കസ് എന്ന് പറയും. അതില് അന്ന് ഒരു സമയത്ത് എന്നെ അട്രാക്ട് ചെയ്തൊരു സംഭവം, നമുക്ക് ബോറടി അല്ല, പക്ഷെ അതൊരു അട്രാക്ട് ചെയ്ത സംഭവം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നെഗോഷിയേഷന്റെ മറ്റൊരു വേർഡ് ലേലം വിളി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ആ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? യെസ് മാം. ലേലം വിളിക്കാൻ എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ ആ നാട്ടിലുള്ള ആരെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ ആടായിരിക്കാം, കോഴിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ എന്ത് ചെയ്യും, ഇവർക്ക് കൊണ്ടു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചാക്ക് അരിയായിരിക്കാം. അങ്ങനെ അത് കൊടുത്തിട്ട് അവരത് അവർ യൂസ് ചെയ്യാതെ ഈ വൈകുന്നേരം ആ നാട്ടിൽ തന്നെ അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇവരത് ലേലം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമുക്കതൊന്ന് ഇവിടെ ചെയ്ത് നോക്കാം. അസീസ് ബ്രോ ഇതിലുണ്ടോ? ഓ സാറേ, ഹലോ. ഉണ്ട്. ഞാൻ എന്റെ ആ ഡ്യൂട്ടിയിലാണ്. അസീസ് സാർ ഒന്ന് പേപ്പർ ഇടുന്ന ഒന്ന് നിർത്താം. എനിക്ക് ഇവിടെ ഒരു മോഡറേറ്റർ ആവശ്യമുണ്ട്, അത് അസീസ് സാറാണ്. അപ്പൊ എനിക്ക് വേണ്ടത് ഇപ്പം 60ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ ലോകകപ്പ് ഫുട്ബോളില് മെസ്സിയും അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും തട്ടിക്കളിച്ച ഒരു ബോളാണ് ഇവിടെ നമുക്ക് നെഗോഷിയേറ്റ്, അതായത് ലേലം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അത് ആർക്ക് വേണേം വാങ്ങാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയണ്ട നിങ്ങൾ എത്രയാണോ ആ ബോളിന് ഉദ്ദേശിക്കുന്നത്, ആ ക്യാഷ് ഒന്ന് പേരും ടൈപ്പ് ചെയ്തിടുക. കാരണം അത് അസീസ് സാറിന് ആ പേര് ആരാന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിനിമം ഒരു സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഫുട്ബോളിന് 500 ആണ്. അപ്പൊ ബേസ്മെന്റ് 500-ലാണ് തുടങ്ങുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആർക്കാണോ അത് ലേലം ചെയ്തെടുക്കാൻ പറ്റുന്നത് അവരാണ് വിജയിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അസീസ് സാർക്കാണ് ഞാനിത് കൈമാറിയിരിക്കുന്നത്. അപ്പൊ അസീസ് സാർ മെസ്സേജ് 510 റുപ്പീസ് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിക്കോളൂ. അംബിക മാം 600 പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ട്. അസീസ് സാർ കാണുന്നുണ്ടല്ലോ മെസ്സേജ്? വോയിസ് ക്ലിയർ ആണോ? ഇല്ല, ഇപ്പൊ ഓക്കെയാണ്. ക്ലിയർ. ഒരു കാര്യം നമ്മൾ അങ്ങനെ ക്ലിയർ ആണ്. ഒരു മിനിറ്റ്, നമ്മൾ 500-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിനോട് നമുക്ക് മാച്ച് ചെയ്ത് പോകുന്ന ക്യാഷ് വേണം നിങ്ങൾ ഇടാൻ കേട്ടോ. ഒരൊറ്റയടിക്ക് 1000, 2000 ഒക്കെ കയറിയത് അമേരിക്കയിൽ നിന്ന് നമ്മുടെ സാറ് അത്രയും പൈസ ഇട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ അതിനനുസരിച്ചൊന്ന് മുന്നോട്ട് പോകും കേട്ടോ. അതാ ലിജിമോള് മാമൊക്കെ 1200. ഓക്കെ, സ്റ്റാർട്ട്. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ. ഓക്കെ. പ്രിയമുള്ളവരെ, വേൾഡ് കപ്പിന്റെ മാമാങ്കം ഏകദേശം ഒരുപാട് ദിനരാത്രങ്ങൾ ഒരു ലോകം മൊത്തം ഒരു പന്തിന്റെ പിന്നാലെയായിരുന്നു. ഒട്ടേറെ താരപ്രതിഭകൾ, ഒരുപാട് മൂല്യമുള്ള താരങ്ങൾ തട്ടിക്കളിച്ച പന്താണ് ഇവിടെ ലേലത്തിനുള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ 500-600 രൂപയ്ക്കുള്ള ഒരു മൂല്യം കുറഞ്ഞ ഒരു പന്തല്ല ഇത്. വളരെ വിലപ്പെട്ട, ലോകത്തിൽ ഒരുപാട് ആളുകൾ മോഹിച്ച് ദാഹിച്ച് കൊതിച്ച് കാത്തു നിൽക്കുന്ന പന്താണ്. ഇതിന് ഏറ്റവും കൂടുതൽ റേറ്റ് ആണ് വരേണ്ടത്. ഏറ്റവും മികച്ച വിലയാണ് ഇത് വരേണ്ടത്. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള വില ആരാണ്? 1333. പോരാ. ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒരു പന്ത് എന്ന് പറഞ്ഞാൽ എത്ര പരാജയപ്പെട്ട് കഴിഞ്ഞാലും ഒരു പന്ത് കാണുമ്പോൾ, ഈ പന്ത് കാണുമ്പോൾ ആളുകൾക്ക് ആവേശവും വീണ്ടും ജയിക്കാനുള്ള ത്വരയും താല്പര്യവും വർദ്ധിക്കുന്ന ഒരു പന്താണ് 3000. ഒരിക്കലും ഇതിന്റെ ഒരു ബേസ് വില പോലും ആയിട്ടില്ല. ഇത് വീണ്ടും വില ഉയരേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വിജയത്തിന്റെ ഒരു നാന്ദി കുറിക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു ഫുട്ബോളാണ്. ഒരുപാട് ആളുകൾ ശരവേഗത്തിൽ പന്തുമായി പായുന്ന പടക്കുതിരകളുടെ വേഗത നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു പന്തിന് വേണ്ടി കേവലം 11 22 ആളുകൾ ഒരു പന്തിന് വേണ്ടി പായുന്നു. 7777 വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മൂല്യം അറിയുന്ന ആളുകൾക്ക് ഇനിയും ഇത് മാക്സിമം കീഴ്പ്പെടുത്താൻ വേണ്ടി സ്വന്തമാകാതെ 4,68,000 മികച്ച വില ഇവിടെ അമ്മിണി മാഡമാണ്
ഓക്കെ ഓക്കെ. എൻ്റെ ഈ ഒരു വാക്കിൽ നിങ്ങൾ എന്താണ് പ്രചോദിതരായിക്കൊണ്ട് കടന്നു ഒരു മില്യൺ ആണ്. ഒരു മില്യൺ അതാണ് അതിന്റെ മൂല്യം. ഇതിന്റെ മൂല്യം അറിയുന്നവർ വില കൂട്ടിക്കൊണ്ടുവരികയാണ് ജീവിതത്തിൽ വിജയിക്കാൻ. ഈ ഒരു പന്ത് വിജയത്തിന്റെ ലക്ഷണമാണ്. കൂടുതൽ പുരോഗതിക്ക്, കൂടുതൽ തിളക്കത്തിന്, കൂടുതൽ നേട്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വർണ്ണ വരകളും വർണ്ണക്കുറികളും തീർക്കാൻ ഉതകുന്ന പന്താണ്. കടന്നു വരൂ. 10 മില്യൺ വിളിച്ചിരിക്കുന്നു. ഇതാ 10 മില്യൺ നമുക്ക് ഏകദേശം ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. സമയം അതിക്രമിച്ചു. ഇതിന് മൂല്യമുള്ളതിന് സമയം കൂടുതൽ ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. 1,50,000, 12 മില്യൺ ഞാൻ വിടാൻ പാടില്ല. ഇത് ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അസുലഭ നിമിഷമാണ്. നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും. 10 മില്യൺ ആൻഡ് 10,000, 1 crore, 15 മില്യൺ. ഇതിന്റെ വാല്യൂ ഇതിന്റെ ഉടമസ്ഥയായ ശ്രീജന ടീച്ചർ തന്നെ തീരുമാനിക്കും. അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. കാരണം അവരുടെ ഒരുപാട് വിജയങ്ങൾ, അവരുടെ ജീവിതത്തിൽ നിരന്തരം വിജയിക്കുന്ന, പ്രത്യേകിച്ച് ക്വിസ് കോമ്പറ്റീഷനിലും ഡാൻസിലും ഒക്കെ വിജയിക്കാൻ കാരണം ഈ പന്ത് അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. 19 മില്യൺ വളരെ വില കുതിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീജന മാഡം, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ മനോഹരമായിട്ട് അസീസ് ബ്രോ ഇത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നെഗോഷിയേഷന്റെ ഒരു പവർ, ഞാനിത് സാറ്റിസ്ഫൈ ആണ്. എനിക്ക് എന്താ പറയാ, ട്രില്യൺ അല്ലെ, അത്രയും ഒരു പൈസ ഗീതാബായ് മാം ഈ ഒരു ഫുട്ബോളിന്റെ വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. അതിലൊരു 10 മില്യൺ ഞാൻ എന്തായാലും അസീസ് ബ്രോയ്ക്ക്, മോഡറായിട്ടുള്ള താങ്കളാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് 10 മില്യൺ താങ്കൾക്ക്, ബാക്കി നമുക്ക് കോഫി ടോക്കിന് എത്ര വേണ്ടത് വെച്ചാൽ കൊടുക്കാം. എനിവേ, ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു ഫുട്ബോൾ ചലഞ്ചിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ കണ്ടോ, നമ്മൾ എത്ര മനോഹരമായിട്ടാണ് അല്ലെ അസീസ് ബ്രോ ഇതിനെ പറ്റി ഇങ്ങനെ വാചാലായത്. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ നമുക്കത് ഓരോരുത്തർക്കും അതിന് കൂടുതൽ കയറ്റി വിളിക്കാൻ തോന്നി അല്ലെ. ഒരാൾ പറഞ്ഞതിന്റെ പൈസേന്റെ കൂടുതൽ പറഞ്ഞ് ഒരു 1 ട്രില്യൺ അല്ലെ, ട്രില്യണിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മള് ജസ്റ്റ് ഒരു തമാശക്ക് കോമഡിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് വെച്ചാലും ആ ഒരു ചെറിയ ഫുട്ബോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഒരു 1500-2000 റുപ്യന്റെ സാധനത്തിനാണ് നമ്മൾ 12 മില്യണും 10 മില്യണും 13, 18, 22 മില്യൺ വരെ പോയത് അല്ലെ. അപ്പൊ അത് തന്നെയാണ് എന്താ പറയാ, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കഴിവ്. അതായത് നമ്മൾ എപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, പരിഹാരം കണ്ടെത്തുന്നതിന് പകരം നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. രണ്ട് കുട്ടികള് ഒരു വീട്ടിലുണ്ടായിരുന്നു. ഒരു ഓറഞ്ച് ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ രണ്ടുപേരും എന്ത് പറഞ്ഞു, ഈ ഓറഞ്ച് എനിക്ക് വേണം. രണ്ടുപേരും വാശി പിടിച്ച് അടി കൂടാൻ തുടങ്ങി. ഇത് കേട്ട് വന്ന അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് ഓറഞ്ച് അല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും അത് പകുതി എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഇവര് രണ്ടുപേരും എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പം അമ്മ വീണ്ടും വന്ന് ചോദിച്ചു, എന്തിനായിരുന്നു, ഒരു കുട്ടീനോട് ചോദിച്ചു, എന്തിനായിരുന്നു നിനക്ക് ഓറഞ്ച് എന്ന് ചോദിച്ചു. അപ്പം ആദ്യത്തെ കുട്ടി പറഞ്ഞു, എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിരുന്നു. രണ്ടാമത്തെ കുട്ടി ചോദിച്ചു, എനിക്ക് ഈ ഓറഞ്ചിന്റെ തൊലി ഉണക്കിയിട്ട് അത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഈ ഒരു ഓറഞ്ചിന്റെ കാര്യത്തില് ഇവര് ഈ കുട്ടികളെ തല്ലുകൂടുന്നതിന് പകരം എന്തായിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നത്? അവര് തമ്മിലൊന്ന് എന്തിനു വേണ്ടിയിട്ടാ നിനക്ക് ഈ ഒരു ഓറഞ്ച് എന്നുള്ളത് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അല്ലെ. കാരണം ഒരാൾക്ക് അതിന്റെ പൾപ്പാണ് വേണ്ടതെച്ചാൽ മറ്റേയാൾക്ക് എന്തായിരുന്നു, തൊലി മാത്രം മതിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതേ ഉള്ളൂ, നമ്മൾ എന്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേയും ഒരു കാര്യം മാത്രം ചിന്തിക്കുക, എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നിനക്കത് വേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കുക. അപ്പൊ നമ്മൾ ഈ നെഗോഷിയേഷൻ എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മൾ പരസ്പരം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ട് മെനക്കിടുക എന്നതിന് പകരം നമ്മളെല്ലാവരും രണ്ടുപേരും ജയിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് രണ്ടോ അതിലധികം ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്റെ അടുത്ത് പറയുന്നുണ്ടോ? നോക്കട്ടെ എന്നിട്ട് ആരാണ് നോക്കാം. എനിക്കറിയില്ല, നിന്നോടാണോ പറഞ്ഞല്ലോ? അല്ല, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോ, അത് വേറെ എന്തോ സംസാരിച്ചതാ. അപ്പൊ നമ്മള് കുറച്ച് ആൾക്കാർ തമ്മിൽ കാണുമ്പോ എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മളെ ഇടയിലേക്ക് കയറി വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വ്യത്യസ്തമായ ആവശ്യങ്ങൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും.
അപ്പൊ അതൊക്കെ സംസാരിച്ചിട്ട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു രീതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയാ, നെഗോഷിയേഷൻ എന്ന് പറയാം. നിങ്ങള് ഇതില് ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. പല സമയത്തും പല രീതിയിലാണ് ഇത് യൂസ് ചെയ്യാറ്. കാരണം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുക അല്ലെ ശരിക്കും ഈ ഡിബേറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ചെയ്യണത് അല്ലെ? ടി വിയിൽ എപ്പോഴും കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ട് ചെളിവാ എറിയുന്നു, ഇപ്പുറത്തുനിന്ന് വേറൊരാൾ അങ്ങോട്ട് എറിയുന്നു അല്ലെ? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണ് ഈ ഡിബേറ്റിന്റെ ഇടയിൽ ഒരാൾ എപ്പോഴും എന്ത് ചെയ്യണം, തോറ്റു കൊടുക്കുന്നവര് അല്ലെ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഐ വിൻ യു ലോസ്, ഞാൻ ജയിക്കുന്നു, നീ അവിടെ തോക്കുന്നു. ഇനി അത് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കേണ്ട വരുന്നത്, ഞാൻ തോൽക്കാം, നീ ജയിക്കാം അല്ലെ? വീണ്ടും മൂന്നാമത്തെ കണ്ടീഷനിൽ എന്ത് വരാം? നീയും തോക്കും, ഞാനും തോക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കും അല്ലെ? രണ്ടാളും ജയിച്ചില്ല. ഇത് ഒരു 10th എക്സാം കഴിഞ്ഞു പോയ 10th എക്സാം കഴിഞ്ഞ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കാണ്. അപ്പൊ അതിൽ സംസാരിച്ചപ്പം ഇംഗ്ലീഷ് ഒരു കുട്ടി തോറ്റതാണ്. അപ്പൊ മറ്റേ കുട്ടി തോറ്റതാണോ ജയിച്ചതാണോ എന്ന് അറിയാഞ്ഞിട്ട് അവനാകെ ടെൻഷൻ. അപ്പൊ ഇവൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എടാ നിനക്ക് മലയാളത്തിന് എത്ര മാർക്കുണ്ട്? എനിക്ക് മലയാളത്തിന് 48 മാർക്കുണ്ട്. നിനക്കോ? എനിക്ക് അത്രയൊന്നുമില്ല, എനിക്ക് 40ഒക്കെ ഉണ്ട്. അടുത്ത് അങ്ങനെ ഓരോ സബ്ജക്റ്റും ഇങ്ങനെ ചോദിച്ചു വരുന്നപ്പം മാത്സ് എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പൊ മാത്സിന്റെ സ്ഥിതി ചോദിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, എടാ മാത്സ് ഞാൻ പൊട്ടിയതാടാ. ഇത് കേട്ടപ്പോ മറ്റവന് സന്തോഷമായി. എന്താ അറിയോ? അവൻ ഓൾറെഡി എക്സാം തോറ്റതാണ്. അപ്പൊ ഇവനും കൂടി തോറ്റപ്പം രണ്ടാളും ഈക്വൽ ആയല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും സന്തോഷിക്കുന്ന രീതിയിലേക്ക് മാറി. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ വിൻ യു വിൻ, രണ്ടുപേരും ജയിക്കും അല്ലെ? ഇതിൽ നമുക്ക് ഈ 4 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഏരിയ ഏതാ? ഏത് സ്ലൈഡ്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? ഫോർത്ത് വണ്ണാണ് അല്ലെ? രണ്ടുപേരും ഒരേ സമയം ജയിക്കുക എന്നുള്ളതാണ് എന്ത്, നമ്മുടെ ഒരു നെഗോഷിയേഷന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് മറ്റേ ആളുടെ ഭാഗത്ത് നിന്നും ഒന്ന് ചിന്തിക്കുക. ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഉത്സവ പറമ്പ് പോയാൽ നമ്മളെപ്പോഴും കാണാറുണ്ട് അല്ലെ, ഈ നെഗോഷിയേറ്റ് ചെയ്ത് സാധനങ്ങൾ എടുക്കുന്നത്. അത് അതില് ജെന്റ്സ് ആണോ ലേഡീസ് ആണോ അതിൽ മുൻപന്തിയിൽ ഉണ്ടാവും എന്ന് പറയോ? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ലേഡീസിന് മണി വാല്യൂ ഇച്ചിരി കൂടുതലുണ്ടാവും. മറ്റുള്ളേക്കാളും മണി വാല്യൂ കൂടുതൽ കൽപ്പിക്കുന്നവരാണ്. പൈസയുടെ വാല്യൂ പുരുഷന്മാരെക്കാളും പൈസയുടെ വാല്യൂ കൂടുതൽ കൽപ്പിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് അവര് നെഗോസിയേഷനിൽ കുറച്ച് മുൻപന്തിയിലായിരിക്കും. അവര് നെഗോസിയേഷൻ നടത്താൻ കുറച്ച്, പിന്നെ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അതെ, സത്യമാണ്. ഓക്കെ, പക്ഷെ അത് ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മൾ എവിടെന്നെങ്കിലും പഠിച്ചെടുക്കുന്നതോ എന്തെങ്കിലും ആണോ? അല്ലല്ലോ. അത് ഓൾറെഡി അത് ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ വരുന്ന സമയത്ത് കറക്റ്റ് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഇന്നലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്നലെ ഞാൻ വീട്ടില് വരുന്ന വഴിക്ക് ഇന്നലെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കാനുള്ള. അപ്പൊ അതിന് തിരിച്ചു വരുന്ന സമയത്ത് പൂ വാങ്ങാൻ കയറി. അപ്പൊ ഓണപ്പൂക്കളിടുന്ന സമയമാണല്ലോ. അപ്പൊ പൂ വാങ്ങാൻ കയറിയ സമയത്ത് ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. കാരണം അത്ര വലിയ പൂക്കളൊന്നല്ല ഇടുന്നത്. അപ്പൊ അത് ഞാൻ വാങ്ങിയപ്പം അവിടെ പിന്നെ ഭാര്യയും ഭർത്താവും കൂടിയാണ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ചേച്ചിയും ചേട്ടനുമാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, പൂക്കൾ വെക്കുന്നുണ്ട്. അപ്പൊ പലതരം ഡിഫറെന്റ് പൂക്കളുണ്ട്. അപ്പൊ രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ചിന്തിച്ചു, കാരണം എന്താ വെച്ചാല് നാളേക്ക് ആ പൂക്കളൊക്കെ കേടുവരുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ഞാൻ 100 രൂപയ്ക്ക് സാധനം ചോദിച്ചു. അപ്പൊ സാധനം ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ പെറുക്കിയിട്ടാണ്, സാധാരണ ടൗണിലൊക്കെ വെച്ചാൽ വെയിറ്റ് നോക്കിയിട്ടാണ് തരാറ്. ഇവിടെ അതിങ്ങനെ ഓരോന്ന് എന്താണ് അതിന്റെ കണക്ക് എന്നുള്ളേക്ക് മനസ്സിലായില്ല. അപ്പൊ എല്ലാം ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ എണ്ണി അതിലിട്ടു. എന്നിട്ട് ആ കവർ എനിക്ക് തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിപ്പോ എന്താ സംഭവം, ഇതിപ്പോ എന്ത് മാനദണ്ഡത്തിൽ നിങ്ങൾ ഇത് എനിക്ക് തന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് പിന്നെ 100 രൂപയ്ക്ക് ഉണ്ടോന്നും കൂടി ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് അയ്യോ 100 രൂപയ്ക്ക് ഉണ്ട്, കാരണം ആ ഏട്ടനാണെങ്കിൽ എടുത്തത് 100 രൂപയ്ക്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാല് പിന്നെ ഈ ഇത്രയും പൂക്കളൊന്നും ടൗണിൽ പോയാൽ കിട്ടൂല എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നല്ല, കാരണം ഇപ്പൊ നിങ്ങൾ ഇത്രയും പൂവൊന്നല്ല എന്തായാലും ഉണ്ടാവുക, 100 രൂപയ്ക്ക് നല്ല പൂക്കൾ ഉണ്ടാവും. കാരണം ഞങ്ങൾ 500 രൂപയ്ക്കൊക്കെ വാങ്ങിയിട്ട് പൂവ് സ്കൂളിലേക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഇടുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അവിടെ വേറൊരു കച്ചവടത്തിൽ ഉണ്ടായിരുന്ന ആ ചേച്ചി വന്ന് എന്നോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ ഇങ്ങനെ പറയാൻ നിൽക്കരുത്, കാരണം എന്താ വെച്ചാല് നമ്മള് ടൗണിൽ പോയിട്ട്
സാധനമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ അത് സെറ്റ് ചെയ്ത് പഞ്ചായത്തിന്റെ പൈസയൊക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കുറെ പൂക്കൾ ചീഞ്ഞു പോയിട്ട് അപ്പൊ നമ്മൾ എന്തായാലും കുറച്ചൊരു ലാഭം എടുത്തിട്ടല്ലേ കാര്യങ്ങൾ ഒരുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു വിലപേശലില്ല. കാരണം നമ്മൾ കണക്കാക്കിയിട്ട് ഓരോ ഗ്രാമിനും ഇത്ര പൂക്കളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ലേഡിയാണ് കറക്റ്റ് എന്റെ അടുത്ത് പറഞ്ഞത്. ലേഡി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുക അതേ രക്ഷയുള്ളല്ലോ. കാരണം അവർക്കും ജീവിക്കണം, എനിക്ക് വേഗം വീട്ടിലേക്ക് എത്താൻ വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നെഗോഷിയേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യും, ഒരാൾ വിട്ടുവീഴ്ച ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിലും ആദ്യം നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ഒരു 5 റൂൾസ് ഉണ്ട്. 5 ഗോൾഡൻ റൂൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കുക. അവര് പറയുന്നത് അത് ആണോ ആദ്യം തുടങ്ങുന്നത്, അവര് പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്ക് പറയാം. അപ്പം മറ്റവരും അത് കേൾക്കുന്നു നമ്മൾ വിശ്വസിക്കുക. എല്ലാവരും കേട്ടോളന്നും കേട്ടോ. കാരണം നമ്മൾ പറയുന്ന സമയത്ത് ഇടയ്ക്ക് കയറി പറയുന്ന ആൾക്കാരുണ്ടാവും. എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു ഇടയ്ക്ക്, പക്ഷെ ചില സമയത്ത് ഞാനത് മാനേജ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കുക. രണ്ടാമത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് ഈ ഒരു നെഗോഷിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു വിലപേശൽ എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക. നേരത്തെ ആ ഓറഞ്ചിന്റെ കഥ പറഞ്ഞു അല്ലെ, ഓറഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവരെടുത്ത് രണ്ടുപേരെടുത്തും ആദ്യം ചോദിച്ചിരുന്നെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാമായിരുന്നു. ഇനി അവരുടെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരെ യഥാർത്ഥ ആവശ്യം നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡോണ്ട് അറ്റാക്ക് ദ പേഴ്സൺ. നമ്മളെപ്പോഴും നെഗോഷിയേറ്റ് അല്ലെങ്കിൽ രണ്ടാൾക്കാർ സംസാരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പേഴ്സണലി ആൾക്കാരെ പിടിച്ച് തള്ളി അല്ലെങ്കിൽ ഒരു രണ്ടടി കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മളെ ചുറ്റുപാടും ഉണ്ടാവാറുണ്ട് അല്ലെ, പല പ്രശ്നങ്ങളിലും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നാള് കാക്കൂര് ഞങ്ങൾ ജസ്റ്റ് എന്റെ വീടിന്റെ അടുത്താണ്, ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ മീൻ വാങ്ങുന്നുണ്ട് ഒരാൾ. അപ്പൊ മീൻ വാങ്ങുന്ന സമയത്ത് ഇപ്പൊ അറിയാലോ നിങ്ങൾ, ട്രോളിങ്ങിന്റെ ഒക്കെ സമയം വരുന്ന സമയത്ത് മീന് നമുക്ക് ഫ്രഷ് കിട്ടണം എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. അപ്പൊ മാക്സിമം അമോണിയ ഒക്കെ ഇട്ടിട്ടാണ് വരിക. അപ്പൊ ആൾക്കാർ അവിടെ കൂടിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു. അപ്പൊ എന്താ സംഭവം വെച്ചാൽ, ഒരാൾ മീൻ വാങ്ങാൻ വന്നു. അപ്പൊ അയാൾ മീൻ വാങ്ങിയപ്പോ 200 രൂപയാണ് മത്തിക്ക് വില അവിടെ. അപ്പൊ 200 രൂപയ്ക്ക് മത്തി വാങ്ങി അയാൾ ഇട്ട സമയത്ത് അയാളൊന്ന് ഇങ്ങനെ തുറന്നു നോക്കിയപ്പം 2-3 മീനുകൾ ചീഞ്ഞു കിടക്കുന്ന കണ്ടു. അപ്പൊ ചീഞ്ഞു കിടക്കുന്നത് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും വാങ്ങിയ ആൾക്ക് അത്രയും പൈസ കൊടുത്ത് വാങ്ങിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, മറ്റേ ആളോട് പക്ഷെ അപ്പൊ മറ്റേ ആള് പറഞ്ഞു, ഏത് മീൻകാരൻ പറഞ്ഞു, അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല, തിരക്കായത് കൊണ്ടാണ്, നിങ്ങൾ തിരിച്ചിട്ടോളൂ, വേറെ എടുത്തോളൂ. പക്ഷെ ഇയാള് അത് വാങ്ങിയ ആള് ഇത് വിടാൻ തയ്യാറേയില്ല. അയാള് ഫുള്ള് റോങ് ആയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത് പിന്നെ എന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്, നിങ്ങൾക്ക് തോന്നിയ പോലെ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ട്. അതില് തള്ളും പിടിയായി ആൾക്കാർ ഇടപെട്ട ഒരു സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. അപ്പൊ അതാണ്, നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ, പേഴ്സണലി അറ്റാക്ക് ചെയ്യാനും നമ്മളെ മേല് വേദന വരുത്താനുള്ള, ശരീരത്തിൽ വേദന വരുത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്ന് ഒഴിവായി പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ പ്രോബ്ലത്തിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ആ ഒരു പേഴ്സണെ അല്ല എന്നുള്ളതിന്റെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എന്ന് പറയുന്നത്, നമ്മള് എപ്പോഴും എന്താ പറയാ, ഓരോ പ്രശ്നം വരുന്ന സമയത്തും അല്ലെങ്കിൽ എന്തൊരു സംസാരം വരുന്ന സമയത്തും നമ്മൾ ഉദ്ദേശിച്ചൊരു പിന്നെ എന്താ പറയാ പരിഹാരം മാത്രമല്ല ഉണ്ടാവും അവിടെ. അതിന് പകരം നമ്മൾ എപ്പോഴും പറയാണ്ടില്ലേ, ഓപ്ഷൻ എ പ്ലാൻ അല്ലെങ്കിൽ ഓപ്ഷൻ ബി അടുത്തയിലേക്ക് എടുത്തു, പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി, അങ്ങനെ 2-3 എന്ത് ചെയ്യുക ഡിസിഷൻസ് നമ്മൾ ആദ്യമേ കണ്ടെത്തി, അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻസ് നമ്മൾ ആദ്യമേ കണ്ടെത്തി വെച്ചാല് നമുക്ക് അതെന്ത് ചെയ്യാം, മാനേജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം, കുറെ ഓപ്ഷൻസ് നമ്മൾ ഏതൊരു അഭിപ്രായങ്ങൾ കണ്ടെത്തിയാലും, ഇപ്പൊ വരാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ പറയാ, നമ്മളിപ്പോ ഓണം പ്രോഗ്രാം വരികയാണ് അല്ലേ വേണ്ട, ഒരു ആരാ നമ്മളെ റിസോർട്ട് ബുക്ക് ചെയ്തത്, പിന്നെ നമ്മളെ കോഫി ടോക്കിന്റെ സെപ്റ്റംബർ 12-13 മുജീബ് സാറാന്ന് തോന്നുന്നു. മനു സാറാണോ? മുജീബ് സാർ സാറാണ്. ഉണ്ടാവില്ല അല്ലെ?
അപ്പൊ ആ റിസോർട്ട് മുജീബ് സാറിന് ആദ്യം അറിയുന്നതായിരുന്നു മനോജ് സാറേ? അതെ അതെ അറിയാം. അറിയുന്ന ആളല്ലേ? അപ്പൊ അറിയുന്ന സ്വാഭാവികമായിട്ട് അറിയുന്ന ആളാകുമ്പോ പിന്നെ അത്ര ഒരു വിഷയം വരില്ല. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് റിസോർട്ട് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ പെർ ഹെഡ് ഇപ്പൊ 1500 ആണ് വൺ ഡേക്ക് പറയുകയാണെങ്കിൽ, ഒരു ദിവസത്തേക്ക് ഫുഡ് അടക്കം പറയുകയാണെങ്കിൽ നമ്മൾ അത് ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ട് പൈസ നമ്മൾ കൊടുക്കുവോ? ഇല്ല. ഇല്ല. നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഒന്ന് ബാർഗൈൻ ചെയ്യും. ബാർഗെയിൻ ചെയ്യും അല്ലെ? അത്രയൊക്കെ വേണോ? പിന്നെ ഇത്രയും പൈസേന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളൊരു രാത്രിയല്ലേ ഇവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവര് തീരെ എന്താ പറയാ, ആ റിസോർട്ടുകാർ തീരെ അടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് എന്ത് ചെയ്യും? പറ്റില്ല, ഞങ്ങൾ പറഞ്ഞ റേറ്റിന് തന്നെ ഞങ്ങൾ ഇത് കൊടുക്കുള്ളൂ, നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സെക്കൻഡ് ചെയ്യാം? ഒന്നെങ്കിൽ ആ പൈസക്ക് അഫോർഡ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവും, അല്ലെങ്കിലോ നമ്മൾ വേറെ റിസോർട്ട് നോക്കും അല്ലെ? രണ്ടാമത്തെ റിസോർട്ട് നോക്കൂലേ? അതായത് ഈ ഒരു റിസോർട്ട് അല്ലാതെ ഒരു 3-4 റിസോർട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളെ റേഞ്ചിന് എത്തുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ സംസാരിക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഒരു 2-3 സൊല്യൂഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൂൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അതായത് നമ്മൾ എന്ത് ചെയ്താലും പ്രൊട്ടക്ട് ദ റിലേഷൻഷിപ്പ്. നമ്മൾ ആരോടാണോ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് അവരെടുത്ത് എന്ത് ചെയ്യുക? നമ്മളൊരു റിലേഷൻ കീപ്പ് ചെയ്യുക. നമ്മൾ ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിജയിക്കുക എന്നതിലുപരി ആ ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എവിടെ പോയാലും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാര്യം പറയാണ്, നമ്മളിപ്പോ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും, പർച്ചേസ് ചെയ്യുമ്പോൾ വില കുറച്ച് തരാൻ നമ്മൾ പറയുകയാണെങ്കിലും, നമ്മൾ തിരിച്ചു പോരുമ്പോൾ ശരി, അവിടെ പ്രായമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ചേച്ചിയാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ശരി ചേട്ടാ നീ പിന്നെയും കാണാന്നുള്ള ഒരു രീതിയിൽ ഒരു ചിരി ചിരിച്ചിട്ടാണ് നമ്മൾ പോരുക അല്ലെ? നമുക്ക് സാധനം ആവശ്യമാണ്, സാധനം നമ്മൾ വാങ്ങി അവർ കുറച്ച് തന്നു എങ്കിൽ നമ്മൾ വീണ്ടും പറയാം എന്താണ്, നമ്മൾ തിരിച്ചു വരുന്നുള്ള രീതിയിൽ അവരോട് പിന്നെയും കാണാന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ തിരിച്ചു പോരുക. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാൻ ഈ നെഗോഷിയേഷനിൽ കൂടെ കഴിയണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമ്മളെ ഇവിടെ ബിസിനസ്സുകാർ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? ആ ബിസിനസ്സുകാരിൽ എപ്പോഴും നമ്മള് ഇപ്പൊ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ നമ്മുടെ ലീവ് ചോദിക്കുക. അതായത് നാളെ പോണം, പ്രോഗ്രാമാണ്, അപ്പൊ എനിക്ക് നാളെ ലീവ് വേണം എന്ന് അത്യാവശ്യം. കാരണം നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രധാനമായിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു ഫാമിലി മീറ്റപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിലും അന്ന് തന്നെയാണ് പ്രോഗ്രാം എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ലീവ് ചോദിക്കുന്ന ഒരു ടീച്ചറുടെ അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. എങ്ങനെ നമുക്ക് ആ ഒരു ലീവ് സാങ്ഷൻ ആക്കി എടുക്കാം? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? നമ്മളെ അബ്സെൻസില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതിന് വേറെ ആരെങ്കിലും റെഡി ആണോ, ആരാണ് റെഡി എന്നുള്ളതൊക്കെ പറയാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നമ്മളെ ചെയ്യേണ്ട കുറച്ച് ജോലികൾ അത് മറ്റുള്ളവർക്ക് ഒന്ന് എന്ത് ചെയ്യാം അല്ലെ? നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരെടുത്തൊന്ന് അസൈൻ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? കുറച്ച് ജോലികളെല്ലാം, കുറെ പ്രധാനപ്പെട്ട ജോലികളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇന്നതെല്ലാം തീർന്നു എന്ന് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സത്യമാണ്. കാരണം എന്താ പറയാ, നമ്മൾ ചെയ്യേണ്ട കുറച്ച് ജോലികൾ ഉണ്ട് അല്ലെ? പിറ്റേന്നേക്ക് ഡെക്കറേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാ? നമ്മള് ലീവ് എടുക്കേണ്ട ആ ദിവസത്തിന്റെ തലേന്ന് അത് ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോവുക അല്ലെ? അങ്ങനെ ചെയ്താൽ അവിടെ ഒരു പ്രശ്നമില്ല. ഇനി അതല്ല തിരിച്ചിട്ടാണ് പിന്നെ ഈ ഒരു സാറോട് പറയുന്ന വെച്ചാൽ, അതായത് എനിക്ക് എന്തായാലും നാളെ ലീവ് വേണം, എനിക്ക് പോയേ പറ്റൂ, ഞാൻ പിന്നെ എനിക്ക് നാളെ വരാൻ കഴിയില്ല എന്നുള്ള ഭയങ്കര ഹാഷായിട്ട് പറയുകയാണെങ്കിൽ അവര് തമ്മിലുള്ള, പ്രിൻസിപ്പാളും ആ ടീച്ചറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും? പിന്നെ ഒരു പോസിറ്റീവ് റിലേഷനിൽ പിന്നെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ? അവിടെ ഒരു പ്രോബ്ലം വരും അല്ലെ? പക്ഷെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മളായിട്ട് തന്നെ കണ്ടെത്തി കൊടുത്താൽ, നമ്മൾ ചെയ്യേണ്ട ജോലികൾ നേരത്തെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അവരെ ജോലി പിന്നെ ഒരിക്കലും ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു നെഗോഷിയേഷൻ പോസിറ്റീവായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നെഗോഷിയേഷനിൽ ശ്രദ്ധിക്കേണ്ട 5 റൂൾസ്: ഒന്ന് ലിസൺ ചെയ്യുക,
പിന്നെ എന്തിനാണ് ഈ ഒരു ആവശ്യമുള്ള നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പ്രോബ്ലത്തിനെ അറ്റാക്ക് ചെയ്യുക, അല്ലാതെ പേഴ്സണെ അറ്റാക്ക് ചെയ്യരുത്. ദെൻ ഓപ്ഷൻ എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുത്തു വെക്കുക. പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരോടാണോ നെഗോഷിയേറ്റ് ചെയ്യുന്നത് അവരായിട്ടുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം മുന്നോട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു നെഗോഷിയേഷൻ എന്ന് പറയുന്നതിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഈ 5 കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മളെ റിലേഷൻ, നമ്മളെ ആ ഒരു കഴിവ്, ഇതെല്ലാം മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മൾ വിജയിക്കുന്നതിന് ഒരു മറ്റൊരാളുടെ പരാജയമായിട്ട് ആരും കാണരുത്. നമുക്ക് 2 പേർക്കും മുന്നോട്ട് ജയിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാം എന്നുള്ളതിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും ഒരു നെഗോഷിയേഷൻ വാല്യൂ അവിടെ ഉയർത്തി വരുന്നത്. സമയക്കുറവ് കൊണ്ടുപോലെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എത്രമാത്രം മനോഹരമായെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളെ പാർട്ടിസിപ്പേഷൻ എന്താ പറയാ സംഭവമാണ്, എക്സലന്റ് ആണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അസീസ് ബ്രോ, ഹാർട്ടിക് കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഡിയർ. ഓക്കെ, താങ്ക് യു ശ്രീജന. ഓക്കെ താങ്ക് യു ശ്രീജന ടീച്ചറെ. വളരെ വളരെ നല്ലൊരു സെഷനായിരുന്നു. ഒരു നല്ലൊരു ബിരിയാണി കൊണ്ടെന്ന് വെച്ചിട്ട് ടീച്ചർ പറയാണ്. ബിരിയാണി എത്രമാത്രം നന്നായി എന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് പറയുന്ന അതുപോലെ തന്നെയാണ്. വളരെ വെരി ബ്യൂട്ടിഫുൾ സെഷൻ. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്. നമുക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങാം എന്നുള്ളതാണ് രസം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രൊട്ടക്ട് ദ റിലേഷൻ. അതാണ് ഞാനും പലപ്പോഴും ആ റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചകളും ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്, പ്രൊട്ടക്ട് ദ റിലേഷൻ. നമ്മളവിടെ വിജയിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ തർക്കിച്ചിട്ട് ആ ബന്ധം ഇല്ലാതാക്കരുതെന്ന് ടീച്ചർ ശരിക്കും ഓർമ്മപ്പെടുത്തി. പിന്നെ നമുക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിയെ തോൽപ്പിക്കേണ്ട ഒരു ശത്രുവായിട്ട് നമ്മൾ കാണരുതെന്നാണ് ടീച്ചർ പറയുന്നത്. പകരം ഒരുമിച്ച് നിന്ന് ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ വന്ന ഒരു പങ്കാളിയായിട്ട് തന്നെ കാണണം. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണെന്ന്. നമുക്ക് ഇനി ഫീഡ്ബാക്കിലേക്ക് പോകാം. സൂസൻ മാം പറഞ്ഞു തുടങ്ങിക്കോളൂ. മ്യൂട്ടാണ് മാം. Okay. Good morning, all. Thank you very much for the privilege, manager. അതുപോലെ ശ്രീജന ടീച്ചർ വളരെ മനോഹരമായിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഈ ഒരു മെസ്സേജ് രസകരമായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിലേക്കും ഹൃദയത്തിലേക്കും എത്തിക്കാൻ പറ്റി. രണ്ടുപേരും ഒരേ സമയത്ത് വിജയിക്കുന്നതിന്റെ തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഓർപ്പിച്ചു. സോ താങ്ക് യു വെരി മച്ച്. എക്സലന്റ് സെഷൻ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൂസൻ മാം. അഫ്സമേം പറഞ്ഞോളൂ. ശ്രീജന ടീച്ചർ അടിപൊളി സെഷൻ ട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഓറഞ്ചിന്റെ കഥ പറഞ്ഞില്ലേ, അതാണ്. മാഡത്തിന്റെ സെഷൻ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല ഇനിയും എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഫ്സമേം. ഇനി നാഷണൽ ട്രെയിനറിലേക്കുള്ള പാത ഇങ്ങനെ വെട്ടിത്തെളിക്കാനുള്ള ശ്രമത്തിലാണ്. മുരളിയേട്ട പറഞ്ഞോളൂ. ശ്രീജന ഒന്നും പറയാനില്ല. കാരണം ശ്രീജന ടീച്ചറുടെ ആദ്യത്തെ സെഷനുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ആ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എങ്ങനെയാണോ സ്റ്റാർട്ടിങ്ങില് ഒരു എനർജി ഉള്ളത്, ആ എനർജി മുഴുവൻ ആ എൻഡ് വരെ കൊണ്ടുപോകുന്നുണ്ട്. ആ എനർജി അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിലേക്ക് കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അസീസ് ബ്രോ നിങ്ങൾ തകർത്ത് കളഞ്ഞ്, എന്താ അറിയില്ല, നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ അസീസിനെ സംബന്ധിച്ചോളം, അസീസ് ഭായി സംബന്ധിച്ചോളം പ്ലാനിങ്ങിന് ആവശ്യമില്ല. കാരണം അത് കറക്റ്റ് ആളെയാണ് ഏൽപ്പിച്ചത്. നിമിഷമായിട്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മനോജ് സാർ പറഞ്ഞ പോലെ ആരോടാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരും ചെയ്യുന്നത് കാണാറുണ്ട്. രാത്രി 1 മണിക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഓട്ടോക്കാരനോട് 20 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ പലപ്പോഴും വാദിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാനത് ചെയ്യാറില്ല. കാരണം അവർ ഉറക്കം ഇളച്ചിട്ടാണ് അവിടെ കിടന്ന് നമ്മളെ വീട്ടിലെത്തിക്കുന്നത്. അവരെന്താ പറയുന്നത് വെച്ചാൽ കൊടുക്കുക. അത്തരം അവസരങ്ങൾ നമ്മൾ വിട്ട് വീഴ്ച ചെയ്തു കൊടുക്കുക, ഒന്ന് എമ്പതറ്റിക് ആവുക എന്നുള്ളൊക്കെ പാഠങ്ങൾ ഒന്നുകൂടി എല്ലാവരും ഓർമ്മിപ്പിച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ എ ബ്യൂട്ടിഫുൾ സെഷൻ. താങ്ക് യു മുരളിയേട്ട. താങ്ക് യു വെരി മച്ച്. ബിന്ദുക്കെ മാം പറഞ്ഞോളൂ. ശ്രീജന മാം അടിപൊളി സെഷൻ ആയിരുന്നു.
ഓരോ പോയിന്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ ചിന്തിക്കേണ്ടതും ഇപ്പം മുരളി സാർ മുമ്പ് പറഞ്ഞ പോലെ ഓട്ടോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓരോ സന്ദർഭത്തിലും നമ്മൾ ചിന്തിക്കില്ല. കുട്ടികളോടാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അമ്മമാരാണെങ്കിലും നമുക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി പലപ്പോഴും നമ്മൾ അവരെ നീ എന്റെ താഴെയല്ലേ എന്നുള്ള ആ രീതിയിൽ നിർത്താനാണ്. അപ്പൊ രണ്ടുപേരും വിൻ ചെയ്യണം എന്നുള്ള ഫോർത്ത് പോയിന്റിലൂടെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമുക്കും നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതുപോലെ ആ ഫുട്ബോളിലെ അടിപൊളിയായിട്ടോ, അതായത് ക്ലാസ് വളരെ ലൈവായിട്ട് അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റി. നല്ല ക്ലാസ് ആയിട്ടുണ്ട്. സന്തോഷം. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു. താങ്ക് യു ബിന്ദു മാം. താങ്ക് യു. രാധാകൃഷ്ണൻ സാർ പറഞ്ഞോളൂ. കോഫി ടോക്കൻ 980-ാം ദിവസം ഈ പൊൻപുലിയെ ധന്യമാക്കിയ ശ്രീ ടീച്ചർക്ക് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇവിടെ അപ്സര മേഡവും മുരളി സാറൊക്കെ പറഞ്ഞ പോലെ മുന്നേ കേട്ട ക്ലാസ്സിനേക്കാൾ വളരെ വ്യത്യസ്തമായി വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് ടീച്ചർ സംസാരിച്ചതെന്ന് വളരെയധികം അഭിമാനം തോന്നുന്നു. വളരെ നന്നായി. പിന്നെ അസീസ് ഭായിയുടെ പെർഫോമൻസ് ഗംഭീരം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാധാകൃഷ്ണൻ. താങ്ക് യു വെരി മച്ച്. കാക്കനാട് അമ്പിളി മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ശ്രീജന മാം. ആദ്യം മുതൽ അവസാനം വരെ ഒരേ എനർജി. അത് തന്നെയാണ് എടുത്തു പറയുന്ന കാര്യം. ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ അസീസ് ഭായ് സൂപ്പർ ആയിരുന്നു. പിന്നെ എന്താ പറയാ, നമ്മള് ഒരാളിനോട് തർക്കിക്കുകയോ അല്ലെങ്കിൽ വില പേശുകയൊക്കെ ചെയ്യും. ഞാൻ എന്റെ കംഫർട്ട് സോണിൽ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നിടെ അല്ലെങ്കിൽ ഞാൻ അത്രയും അടുപ്പമുള്ളവരോട് എനിക്ക് പലപ്പോഴും നോ പറയാൻ പറ്റാറില്ല. കാരണം ആ ഒരു വിട്ടുവീഴ്ച പലപ്പോഴും ആ സൗഹൃദത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കാറുണ്ട്. നമ്മളുടെ ചില വിട്ടുവീഴ്ചകൾ ചിലപ്പം ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. എക്സലന്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്പിളിദേവ്. താങ്ക് യു. അമ്പിളിദേവിന്റെ കാര്യത്തിൽ എനിക്കും അറിയാം. നമ്മൾ ഈ 1.5 വർഷമായിട്ട് ഈ ഫ്ലോറിൽ അമ്പിളിദേവ് വളരെ ആക്റ്റീവാണ്. ഈ പറയുന്ന ഒരു പ്രിൻസിപ്പൾ അമ്പിളിദേവ് ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട്. ചില തർക്കങ്ങളിൽ നിന്നൊക്കെ വളരെ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നതിനൊരു ഉദാഹരണം തന്നെയാണ് അമ്പിളിദേവ്. കാരണം ആ ഒരു റിലേഷൻ, ആ ഒരു ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ് അമ്പിളിദേവ്. ലിജിമോൾ ടീച്ചർ പറഞ്ഞോളൂ. ശ്രീജിന മാം, നല്ല സെഷൻ ആയിരുന്നു. പിന്നെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇനിയും ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എക്സലന്റ് സെഷൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു ലിജിമോൾ ടീച്ചർ. താങ്ക് യു വെരി മച്ച്. അംബിക മാം. ഓക്കെ, താങ്ക് യു മനോജ് സാർ. ശ്രീജന ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ താങ്ക് യു അതാണ് ഓർമ്മയിൽ വരുന്നത് കേട്ടോ. എപ്പോഴും വിന്നറാണല്ലോ. അപ്പൊ അത് കൺഗ്രാജുലേഷൻസ്. എപ്പോഴും ലേഡീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിന്നറാണ്. അപ്പൊ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ സെഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുള്ള പല കാര്യങ്ങളും എടുത്തു പറഞ്ഞു എന്നുള്ളതാണ്. അതെങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളത് അത് എല്ലാവർക്കും ഉള്ളൊരു ക്വാളിറ്റി ഒന്നുമല്ല. അപ്പൊ നമ്മൾ ഒരു ചെറിയ ഇൻസിഡന്റ് ഈ കുട്ടി എന്നാന്ന് വെച്ചാൽ ടീച്ചർ അത് എടുത്തു പറഞ്ഞത് വളരെ നന്നായി. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടതിന്റെയും ചുറ്റുപാടും നമ്മൾ നെഗോഷിയേഷൻ എന്നുള്ളൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ എവിടെയെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. വളരെ നല്ല സെഷൻ. താങ്ക് യു. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അംബിക ടീച്ചർ. ഇതിന്റെ വോട്ട് ഓഫ് താങ്ക്സ് ഞാൻ പറയാം എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വരണം കേട്ടോ. ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാം എന്ന് പറയണം. ഓക്കെ, ഉസ്മാൻ ഭായ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. വിൻ അല്ലേ? നിങ്ങൾ തന്നു, നമ്മൾ അതേപോലെ തിരിച്ചു തരണ്ടേ? അതാണല്ലോ ഇപ്പൊ നിങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ ഈ പുഞ്ചിരി, അസിസാറ് എല്ലാം വളരെ അടിപൊളിയായിട്ട് എങ്ങനെ പറയാം, പൂക്കച്ചവടം, അതുപോലെ തന്നെ ടീച്ചറിന്റെ നിന്ന് ലീവ് അന്വേഷിക്കുക, ഒരു കുറച്ചു നേരം കൊണ്ട് എന്തൊക്കെയാ നിങ്ങൾ ഇവിടെ തന്നിട്ട് പോയിട്ടുണ്ട്. സൂപ്പർ, മാഷാ അല്ലാഹ്. ഓവർ ടു ചെയർ. താങ്ക് യു. താങ്ക് യു ഉസ്മാൻ ഭായ്. താങ്ക് യു വെരി മച്ച്. റീന മാം. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. അടിപൊളി സെഷൻ ആയിരുന്നു മാം. റീസെന്റ്ലി ഇപ്പൊ സംഭവിച്ച കാര്യങ്ങൾ വരെ മാം എക്സാമ്പിൾ ആയിട്ട് കൊണ്ടുവരികയും റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ആ ഒരു സബ്ജക്റ്റിനെ കൊണ്ടുപോയി. അതാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കിട്ടിയത് മാം. കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു. താങ്ക് യു റീന മാം. രാധാകൃഷ്ണൻ സാർ ഫീഡ്ബാക്ക് പറയാനാണോ?
യെസ് പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ശ്രീജന മാഡത്തിന്റെ പ്രസന്റേഷൻ അതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ നല്ല എന്താ പറയുക, ഒരു വൈറ്റ് തെളിഞ്ഞ ഒരാളുടെ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ സബ്ജക്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈഗോ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മൾ ഈഗോ എപ്പോഴും റൈസ് ചെയ്യുന്നുണ്ടോ അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നില്ല. അപ്പൊ അതെല്ലാം നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ബോൾ വിൽക്കുന്ന അത് ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു ക്വാളിറ്റീസ് എടുത്തു പറഞ്ഞ് അതിനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു തന്ത്രമാണല്ലോ, അതൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും യു ഹാവ് ഡൺ വെരി ഗുഡ് ജോബ്. താങ്ക് യു മച്ച്. താങ്ക് യു അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം ഈ ഫ്ലോറിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു, തിരുവനന്തപുരത്ത് നിന്നാണ് അല്ലേ സാർ? അതെ 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 അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ്. ഓക്കെ, ദെൻ ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുള്ളത്? ആരെങ്കിലും? രഞ്ജിത്ത് സാർ പറഞ്ഞോളൂ. മൊബൈലിന്റെ വ്യൂ ഒന്ന് ക്ലിയർ ചെയ്തോ, ഞങ്ങൾക്ക് തല തിരിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീജൻ ടീച്ചർ അടിപൊളി സെഷൻ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ബിന്നിന്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു സംഭവമാണ് ഈ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളത്. അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ടീച്ചർ നമുക്കൊരു വിൻ വിൻ സിറ്റുവേഷനിൽ നമ്മളങ്ങോട്ടേക്കും വിട്ടുവീഴ്ച, ഇപ്പൊ ഞാൻ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന വിട്ടുവീഴ്ചകളാണ് പലപ്പോഴും ഈ കാര്യങ്ങളിലും പ്രധാനമായിട്ട് വരുന്നത്. ടീച്ചറിന്റെ സെഷൻ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു രഞ്ജിത്ത് സാർ, താങ്ക് യു വെരി മച്ച്. ഇനി ആരാ? റൌഫ് സാർ പറയുന്നുണ്ടോ? നടത്തത്തിലാന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ആരും ഇല്ലെങ്കിൽ ഹലോ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയാം. ഞാന് പിന്നെ സത്യം പറയുകയാണെങ്കിൽ പത്രടനടിയിൽ ഒരു അരമണിക്കൂർ മുമ്പ് ശ്രീജൻ സാർ ടീച്ചർ വിളിച്ചിട്ട് അസീസ് ബ്രോ, അങ്ങനെയാണ് ഇപ്പോഴും പറയാം, അസീസ് ബ്രോ പിന്നെ ഇന്ന് ഫ്ലോറിൽ കയറണം കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ പ്രത്യേകിച്ച് എന്ത് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ എനിക്ക് വേറെ തുടങ്ങി. കാരണം ഞാൻ എല്ലാത്തിനും തുള്ളിക്ക് മാറി കളിക്കണമല്ലോ ഉസ്മാൻജി പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പത്രം ഇടല്ലേ, അല്ല നിങ്ങൾ കയറണം, നിങ്ങളോട് ചെറിയൊരു സപ്പോർട്ട് വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു പന്ത് കളീനെ കുറിച്ച് സാധനം പറയണം, നിങ്ങൾക്ക് അത് വാക്കുകൾ അങ്ങോട്ട്. ഞാൻ ഒഴിഞ്ഞ് മാറാൻ നിൽക്കുകയാണ്, കാരണം ഞാൻ പത്രം ഇടുന്നതിൽ കൂടി ബുദ്ധിമുട്ടാവെന്ന് പറഞ്ഞാലും പുള്ളിക്കാരത്തി എന്നെ വലിയ പിടിച്ചിട്ടു. പിന്നെ ഞാൻ നേരത്തെ നാട്ടിൽ നമ്മൾ ഈ കട്ട സെവൻസ്, അതായത് പാടത്ത് ഫുട്ബോൾ ഉണ്ടാകുമ്പോൾ ചെക്കന്മാർ തന്നെയാണ് അനൗൺസ്മെന്റ് ഏൽപ്പിക്കുക. അപ്പൊ എൻ്റെ ഉമ്മ പറയും അതിന് പൈസ കിട്ടാതെ എന്തിനാ ഉറക്കം വെച്ചിട്ടൊക്കെ പോണത്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, അതിനൊക്കെ പോകും. പൈസ ഒന്നും കിട്ടില്ല, നമ്മൾ ടോക്കണിന്റെ പൈസ, ഈ സമ്മാന ടിക്കറ്റിന്റെ പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് തൊണ്ടിന്ന് നമ്മൾ നേരത്തെ സ്വരൂപിച്ചായി കുറ്റിയിലിട്ടേക്കണ പൈസ ഒക്കെ എടുത്തിട്ട് ഉമ്മാനോട് പറയും പൈസ കിട്ടി ഇതാന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്ന് ഫുട്ബോളിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാതെ പറയാൻ പറ്റിയത്. എന്തായാലും എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തതിലേ ഒരുപാട് ആളുകളുണ്ടല്ലോ, വാക്ക് കൊണ്ട് വാചാലടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഫുട്ബോളൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഫുട്ബോളിനെ കുറിച്ച് മുരളിയേട്ടനെ കുറിച്ച് മുരളിയേട്ടന് പറയാൻ കഴിയണില്ല, അപ്പുറം വരെ ആർക്കും പറയാൻ കഴിയില്ല. എന്നാലും എന്നെ തന്നെ സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷം. താങ്ക് യു മാഡം, നല്ല പ്രസന്റേഷൻ. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു അസീസ് ഭായ്. നിങ്ങളെ സെലക്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെ? ഈ ഫ്ലോറിന്റെ തന്നെ ഏറ്റവും മികച്ച വാഗ്മിയല്ലേ, നിമിഷ നേരം കൊണ്ട് കവിതകൾ രചിക്കുന്ന താങ്കളെ ഞങ്ങൾ എങ്ങനെ ഒഴിവാക്കുക? എല്ലാം കൊണ്ട് താങ്കളൊരു ഈ ഫ്ലോറിന്റെ അഭിമാനമാണ്, സംശയമില്ല. സകലകലാ വല്ലഭൻ. ഓക്കെ, ഇനി ആരുള്ളത്? ഫീഡ്ബാക്ക് നൂറ മാം പറഞ്ഞോളൂ. ശ്രീജന മാം, ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. അടിപൊളി സെഷൻ ആയിരുന്നു. ഏറ്റവും എല്ലാവരും പറഞ്ഞ പോലെ ടച്ച് ചെയ്തത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് വിൻ ചെയ്യാം, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നത് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തി. രാവിലെ തന്നെ ആ ഒരു വാല്യൂസ് ഒക്കെ അപ്ഹോൾഡ് ചെയ്യണേന്ന് മുറുകെ പിടിച്ചതിലാണ്. അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു. സൂപ്പർ. താങ്ക് യു നൂറ മാം. 100 മാർക്ക് കിട്ടുന്ന പ്രസന്റേഷന് മാത്രമേ നൂറ മാം വരാറുള്ളൂ. അതിനെ കുറിച്ച് ഫീഡ്ബാക്ക് പറയാറുള്ളൂ. താങ്ക് യു വെരി മച്ച്. മാം അല്ല, ഞങ്ങൾ ZTWS കോൺടാക്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രീ ZTWS ഉണ്ടായിരുന്നു. അപ്പൊ അതായത് വിൻ വിൻ ZTWS ഒന്നിച്ചായതുകൊണ്ട് വിൻ വിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പാലട്ടല അങ്ങോട്ടും ഇങ്ങോട്ടും വിൻ വിൻ. സജിന മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ശ്രീജന മാം. ഇതുവരെ ഈ സൗണ്ട് കേട്ടിട്ടേ ഉള്ളൂ. അംബിക മാം പറഞ്ഞ പോലെ താങ്ക് യു എന്നുള്ള ഒരു വോയിസ്. അപ്പൊ ഇന്ന് നേരിട്ട് കാണാൻ പറ്റി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. കേട്ടെടുത്തോളം നല്ല പ്രസന്റേഷൻ, ചിരിച്ചും കൊണ്ട്
പറയുന്നുണ്ടായിരുന്നു. പിന്നെ റെക്കോർഡ് വരുമ്പോൾ മുഴുവൻ കേൾക്കണം. എന്തായാലും ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു തോന്നുന്നു. ഇന്ന് എല്ലാവരും എനിക്ക് എന്നുള്ള ഒരു സെൽഫിയാണല്ലോ എല്ലാവരും. അപ്പൊ അങ്ങോട്ടും ഞാനും ജയിക്കണം മറ്റുള്ളവരും ജയിക്കണം എന്നുള്ള ഒരിത് നല്ലൊരു ടോപ്പിക്കായിരുന്നു തോന്നുന്നു. മുഴുവൻ കേൾക്കണം എന്തായാലും. താങ്ക് യു മാം. ഇനിയും നല്ല ടോപ്പിക്കായിട്ട് വരണം. ഷാദുൽ സാർ താങ്കള് ഷാദുൽ സാർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഞാനെന്നെ ശ്രീനാഥത്തിന്റെ ടോപ്പ് ഇതാണെന്ന് അറിയില്ലായിരുന്നു. പിന്നെയാണ് എന്തെങ്കിലും വെറുതെ ഓണാക്കിയപ്പോഴാണ് മനസ്സിലായി ശ്രീനാഥത്തിന്റെ ആണെന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സെഷൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ്. ശ്രീനാഥത്തിന്റെ പ്രത്യേകത അതാണ്. ഏറ്റവും ടോപ്പിൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഏറ്റവും മികവോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ള നല്ല പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അപ്പൊ ഇതിന്നുള്ള ഫീഡ്ബാക്ക് അറിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല രീതിയിലാണെന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷാദുലി. നമ്മുടെ ഗ്രൂപ്പിലൊരു മാരത്തോൺ റണ്ണറാണ് അദ്ദേഹം. റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫീഡ്ബാക്കും വോട്ട് ഓഫ് താങ്ക്സും വേണമെങ്കിൽ ട്രെയിനിങ്ങും എടുക്കാൻ ആള് സജ്ജമാണെന്നുള്ളതാണ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. ഈ ഒരു സമയത്തും അതിന് സമയം കണ്ടെത്തിയല്ലോ. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ? ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാം. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് വേണ്ടത്. നല്ല ലീഡേഴ്സിന് മാത്രം ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഞാനത് ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുള്ളത്? മനോജ് സാറേ അമ്മിണിയാണ്. പറഞ്ഞോളൂ മാം. സൂപ്പർ സെഷൻ ആയിരുന്നു മാഡം. എനിക്ക് ഇടയ്ക്കൊന്ന് ഒരു കോള് വന്ന് പുറത്തു പോകേണ്ടി വന്നു. എങ്കിൽ കൂടിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കേട്ടത്രയും ഭാഗങ്ങൾ നല്ല സൂപ്പർ ആയിരുന്നു. പിന്നെ ആ ഓറഞ്ചിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. കാരണം എല്ലാവർക്കും തുറന്നു പറച്ചില് ഉണ്ടാവാത്തപ്പോഴാണ് ആ ഒരു പ്രോബ്ലം വരാറ്. കാര്യങ്ങൾ മാത്രം നേരെ ആ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് പിന്നെ അതിന്റെ പുറകെ ചടഞ്ഞുകൂടുക. കാര്യം കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും അത് രണ്ടും ഒരേപോലെ കൊണ്ടുപോയി വിജയത്തിൽ എത്തിക്കാൻ പറ്റുന്ന സംഭവമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു. സൂപ്പർ സെഷൻ ആയിരുന്നു മാഡം. ഓക്കെ, താങ്ക് യു. അമ്മിണി മാം താങ്ക് യു വെരി മച്ച്. അമ്മിണി മാം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അമ്മിണി മാം ഒരു കാര്യം ചെയ്യാമോ? അമ്മിണി മാമിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ഫോട്ടോ കാണുന്നില്ലേ പ്രൊഫൈൽ പിക്ചറിൽ? അതിലൊന്ന് തള്ളവരിലോണ്ടൊന്ന് അമർത്തി പിടിച്ചേ. അപ്പൊ എന്തെങ്കിലും ലെറ്റേഴ്സ് കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് സാറേ. ഒന്ന് അമർത്തി പിടിക്ക്. വിരലുകൊണ്ട് ഒന്ന് അമർത്തി പിടിക്ക്. പുഷ് ചെയ്ത് പിടിച്ചാൽ മതി ആ ഫോട്ടോയില്. ഒരു മിനിറ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ആ ഫോട്ടോ അങ്ങനല്ല സാർ. ഇതിലൊക്കെ കുറെ ബാക്ക്വേർഡ് ആണ് ഞാൻ. എനിക്ക് അതിൽ എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അതിലൊന്ന് ആ ഫോട്ടോയിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഫോട്ടോയിലേക്ക് പോവണമെങ്കിൽ ആ പ്രൊഫൈൽ അത് കാണണ്ടേ സാറേ? അത് കാണുന്നുണ്ടാവല്ലോ. മാഡത്തിന്റെ പ്രൊഫൈൽ ഏതാണോ അവിടെ മാഡത്തിനെ കാണുന്നുണ്ടോ? വീഡിയോയിൽ കാണുന്നുണ്ടോ? ഞാൻ വീഡിയോ ഓണാക്കാം സാറേ, അതായിരിക്കും നന്നാവുക. ഓക്കെ. ഇനി മാഡത്തിന്റെ പ്രൊഫൈലില്, അതായത് ആ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഒന്ന് അമർത്തി പിടിക്ക് ഒരു വിരലുകൊണ്ട്. അപ്പൊ എന്തെങ്കിലും ലെറ്റേഴ്സ് കാണുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. സാറേ അറിയില്ല. ഒന്നുകൂടെ ഒരു മിനിറ്റ്. അമ്മിണി എന്നുള്ള ആ വീഡിയോ ഉണ്ടല്ലോ, മാഡത്തിന്റെ ആ മൂക്കിന് നേരെ ഒന്ന് പതുക്കെ വിരൽ കൊണ്ട് ഒന്ന് അമർത്തി വെക്കൂ. വിരൽ കൊണ്ട് മൂക്കിന് നേരെ ഇങ്ങനെ അമർത്തി വെച്ചാൽ മാത്രം മതി. ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ സമയം നീട്ടിക്കൊണ്ടുവന്നില്ല. ഞാനത് ഇത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നോ പ്രോബ്ലം. അപ്പൊ ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അലവിക്കുട്ടിക്ക് പറയുന്നുണ്ടോ? ശ്രീജന ടീച്ചറാണ് ഇന്നത്തെ ട്രെയിനർ. ഇല്ല. ഓക്കെ, ശ്രീജന ടീച്ചറോട് പിണങ്ങിയിരിക്കാൻ തോന്നുന്നു. പറഞ്ഞോളൂ. 8:03. ശ്രീജന ടീച്ചർ, ഞാൻ ക്ലാസ് ഫുള്ളും കേട്ടു. ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് ഒന്ന് പുറത്തു ഇറങ്ങേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോഴാണ് മനോജ് സർ വീണ്ടും ചോദിക്കുന്നത് കേട്ടത്. എന്തായാലും ഫീഡ്ബാക്ക് പറയാൻ പറ്റി. ശ്രീജന ടീച്ചറെ എല്ലാ ക്ലാസ്സും ഞാൻ കേൾക്കലുണ്ട്. പക്ഷെ ശ്രീജന ടീച്ചർ ഇന്ന് ആരോ പറഞ്ഞു നല്ല ബെറ്റർ ആയിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ അടിപൊളി ക്ലാസ് ആയിരുന്നു. ക്ലാസ്സിൽ എന്തൊക്കെയോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ റിലേഷനിൽ ചെയ്യുന്നതാണ്.
എന്നിരുന്നാലും ഒന്നും കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തിയിട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയി നമുക്ക് വളരെ എന്താ പറയാ ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ശ്രീജന ടീച്ചർ രാവിലെ പറഞ്ഞു. കേട്ടിട്ടും മതി വരണില്ല എന്ന് തന്നെ പറയാം. ശ്രീജന ടീച്ചറെ ആ ശ്രീജന ടീച്ചറെ എനർജി എന്നിലേക്കും കൂടെ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത പോലെ തോന്നിട്ടോ ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോഴേ. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. പിന്നെ എന്ത് പ്രത്യേകത വെച്ചാൽ അങ്ങനെ വരുമ്പോഴൊക്കെ ആ പേരൊക്കെ കൊടുക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള 2 അക്ഷരം 3 അക്ഷരമൊക്കെ അതിൽ ഉണ്ടാവുള്ളൂ. എന്നാലും അതൊരു എന്താ പറയാ അത് ശ്രീജനക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളി. താങ്ക്സ് ഡിയർ. താങ്ക് യു ഷാഹിദ ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. 1.5 വർഷമായിട്ട് ഒരു ദിവസം പോലും ആബ്സെന്റ് ആവാതെ കാണുന്ന എനിക്കറിയാം ടീച്ചറുടെ പെർഫോമൻസ്. ഓരോ ദിവസം അതിന്റെ ആ ഗ്രാഫ് അതിങ്ങനെ ഉയർന്നു വരികയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർ എത്രയും വേഗം ഒരു നാഷണൽ ട്രെയിനർ ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ക്വിസ് കോമ്പറ്റീഷൻ ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ സാർ മാത്രമേ പുതിയ ആളുള്ളൂ. എല്ലാ ദിവസവും ഒരു ചോദ്യം ചോദിക്കും വക്കീൽ സാർ. ആ ചോദ്യത്തിന് ആൻസർ ചാറ്റ് ബോക്സിലൂടെ മാത്രം. ചോദ്യം ചിലപ്പോൾ വെർബലായിട്ട് ചോദിക്കാം, ചാറ്റ് ബോക്സിലൂടെ ചോദിക്കാം, പക്ഷെ ആൻസർ ചാറ്റ് ബോക്സിലൂടെ മാത്രം. ആൻസർ ചെയ്യുന്ന ആളിൽ നിന്ന് ഏറ്റവും ആദ്യം റൈറ്റ് ആൻസർ തരുന്ന ആളാണ് ഇന്നത്തെ വിന്നർ. അവരുടെ ഒരു മനോഹരമായ പോസ്റ്റർ സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ദിവസവും ഇറക്കും. അതിനുശേഷം ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആള് സ്റ്റാർ ഓഫ് ദ വീക്ക്. അങ്ങനെ 2 കാറ്റഗറിയിലാണ് ഇത് മത്സരങ്ങൾ വരുന്നത്. അപ്പൊ ഇന്നത്തെ ചോദ്യം ചാറ്റ് ബോക്സിൽ വരും. നിങ്ങൾക്ക് അതിന്റെ ആൻസർ ചാറ്റ് ബോക്സിൽ തന്നെ ചെയ്യാവുന്നതാണ്. ചോദ്യം ഇതാ വന്നു കഴിഞ്ഞു. ഇത് വളരെ എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണെന്ന് അറിയാം, എന്നാലും ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രാധാന്യം, ഒരു മിനിറ്റ്, ഇത് പെട്ടെന്ന് സ്ക്രോൾ ആയി പോകുന്നു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദികളിൽ ഒന്ന് ചെറായി, മുഴുപ്പിലങ്ങാടി, മൂത്തകുന്നം, പയ്യന്നൂർ, കോവളം. ABCDE പ്രധാന വേദിയാണ് ചോദിച്ചത്. കുറെ വേദികളുണ്ട്. ആൻസർ ഒക്കെ വന്നു ടീച്ചറെ. ആൻസർ സി ഒന്നും അല്ല കേട്ടോ, ABC ഏതാണ്? മൂത്തകുന്നം. മൂത്തകുന്നം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബീച്ചാണ്, കുഴപ്പമില്ല. പിന്നെ D മുരളിയേട്ട കൺഗ്രാജുലേഷൻസ്. റൈറ്റ് ആൻസർ പയ്യന്നൂരാണ്. കൺഗ്രാജുലേഷൻസ് മുരളിയേട്ടൻ ഈ ആഴ്ചത്തെ 2ാമത്തെ വിന്നറാന്ന് തോന്നുന്നു. 2ാമത്തെ തവണ വിൻ ചെയ്യുന്നു. എനിവേ കൺഗ്രാജുലേഷൻ. ഒരു സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത്. അതെ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും ആശംസകൾ. നമുക്കിനി വൈൻഡപ്പ് ചെയ്യാനായി വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റഊഫ് സാറിന്, അദ്ദേഹം അമേരിക്കയിലാണ് ഇപ്പോൾ ഉള്ളത്. നാട്ടിൽ വന്നാൽ ഞങ്ങളോട് പറയണം, ഞങ്ങൾ വീണ്ടും അമേരിക്ക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ സാർ, പ്ലീസ് പ്രപ്പോസ് വോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു മനോജ് സർ. ആദ്യം വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകുന്നതിന് മുമ്പ് സെഷനെ കുറിച്ച് ശ്രീജന മാം വളരെ നല്ലൊരു സെഷനായിരുന്നു. വിൻ. ഇന്നത്തെ കാലത്ത് വലിയ കമ്പനികൾ പോലും കൊളാബറേഷനിലേക്കാണ് പോകുന്നല്ലേ, മത്സരം ഒഴിവാക്കിയിട്ട്. അപ്പൊ നമ്മളത് പേഴ്സണൽ ലൈഫിലും ജീവിതത്തിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ നല്ലത്. തർക്കിക്കുകയും മത്സരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് എല്ലാവരും വിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാന്ന് കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ ലേലം വിളിച്ച അസീസ് ബൈക്കും കൺഗ്രാജുലേഷൻ. അപ്പൊ ഞാൻ ഇന്നെന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ ട്രെയിനർ, എല്ലാവർക്കും അറിയാം, നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ താങ്ക് യു എന്നുള്ള വോയിസ് നമ്മൾ എന്നും മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കേൾക്കുന്നതാണ്. അപ്പം ശ്രീജന മാമിന് ഇന്നത്തെ നല്ല മനോഹരമായ ഒരു സെഷൻ എടുത്തതിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ ചെയർമാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ എല്ലാവർക്കും സുപരിചിതനായ കുന്നത്ത് മനോജ് സാറിന് നന്ദി പറയുന്നു. പിന്നെ എല്ലോ പ്രസിഡന്റുമാരായ നിതിൻ സർ, ജിനി മാം, 2 പേർക്കും നന്ദി പറയുന്നു. കോഫി ടോക്കിന്റെ ഫൗണ്ടർ, കുറെ നാളിന് ശേഷമാണ് ഞാനിങ്ങനെ ഇന്നലെ കണ്ടപ്പോൾ ആലോചിച്ചു, ഈ പേര് കേൾക്കാൻ നല്ലത് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ ആളെ നേരിട്ട് കാണാൻ പറ്റി, അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. കോഫി ടോക്കിന്റെ ഫൗണ്ടറായ ഹിഷാം ഹൈദർ സാറിന് നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ശ്രീജിത്ത് സർ, രേഖ മാം, മുജീബ് സർ, 3 പേർക്കും നന്ദി അറിയിക്കുന്നു. അവസാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്മാൻ സാർ, പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഉസ്മാൻ സാറും നന്ദി പറയുന്നു.
പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ പാർട്ടിസിപ്പൻസ് എല്ലാ ദിവസവും 7 മണിക്ക് കൃത്യമായിട്ട് ഇവിടെ വന്ന് ചർച്ചകളിലും ക്ലാസ് കേൾക്കുന്നതിലും ചിരിയിലും തമാശകളിലും ഒക്കെ പങ്കാളിയാവുന്ന നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓവർ ടു ചെയർമാൻ. താങ്ക് യു റൌഫ് സാർ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ. ഓക്കെ രാധാകൃഷ്ണൻ സാർ, സി യു അഗൈൻ. നമുക്ക് നല്ലൊരു സെഷൻ കാഴ്ചവെച്ച ടീച്ചർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ശാന്തത കൈവിടാതെ സംസാരിക്കാനും മറുപടി പറയാൻ മാത്രമല്ല മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കാനും തയ്യാറാവണം. വ്യക്തികളെ അല്ല പ്രശ്നങ്ങളെ മാത്രം നേരിടുക എന്നുള്ളൊരു നല്ലൊരു തത്വം തന്നെയാണ് ശ്രീജന ടീച്ചർ പറഞ്ഞത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കോഫി ടോക്ക് 7 AM program is here adjourned. Thank you very much. അമ്മിണി ടീച്ചറെ, അമ്മിണി മാം, വളരെ സിമ്പിൾ ആയിട്ട് പറയൂ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോളാം. അമ്പിളി മാമിന് ഇപ്പൊ സ്ക്രീനിൽ